പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദമായ സ്വാഗതം. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന വിശ്വാസികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. തുടർന്ന് പ്രാർത്ഥനാപൂർവം ശ്രവിച്ചാലും. വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന പട്ടക്കാരൻ പ്രാർത്ഥനകൾ പൂർത്തീകരിച്ച് ദേവാലയത്തിലെത്തി പ്രഭാത നമസ്കാരം ആരംഭിച്ച് വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിച്ച് തൂയോബോ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നത് വരെയുള്ള ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. പഴയ നിയമകാലത്ത് പുരോഹിതന്മാർ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും ജനത്തിനു വേണ്ടി ധൂപം കാട്ടുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. സ്കറിയായുടെ ധൂപം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വചനങ്ങൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ശുശ്രൂഷയിലും പുരോഹിതൻ വിശുദ്ധ ശുശ്രൂഷകൾക്കായി മദ്ബഹായിൽ പ്രവേശിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾക്ക് കൽപ്പനകളും പ്രമാണങ്ങളും വാങ്ങുവാനായി ദീർഘദർശിയായ മോശ സീനായ് മലയിൽ കയറിയതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ജനം വിശുദ്ധിയുള്ളവരായിരിക്കാനായി മോശ ഇസ്രായേൽ ജനത്തെ ശുദ്ധീകരിച്ചു. ഇന്ന് നമ്മുടെ ശുശ്രൂഷകളിലും ദൈവജനം ഹൂസോയോ പ്രാപിക്കുകയോ കുമ്പസാരിക്കുകയോ ചെയ്യേണ്ടത് പുരോഹിതൻ വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിരിക്കണമെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. വിശുദ്ധ കുർബാനയിൽ കൂടി നമ്മിലേക്ക് വരുന്ന ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ വിശ്വാസികളായ നാമും വിശുദ്ധി പ്രാപിക്കുകയാണ് ഈ അനുഷ്ഠാനങ്ങളിലൂടെ നാം ചെയ്യുന്നത്. മശിഹായുടെ വരവിനായി കാത്തിരിക്കുന്ന ഇസ്രായേൽ ജനവും അവരുടെ പുരോഹിതന്മാരും നടത്തി വന്നിരുന്ന ആരാധന നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു മിശിഹായുടെ വരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ ശുശ്രൂഷകൾ കൂടിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പോൾ പുരോഹിതൻ മദ്ബഹായ്ക്കുള്ളിൽ ചെയ്യുന്നതും വിശുദ്ധ കുർബാന അർപ്പണത്തിലുള്ള തയ്യാറെടുപ്പാണ്. തയ്യാറെടുപ്പിൻ്റെ ഈ ശുശ്രൂഷകളെയാണ് തൂയോബോ ക്രമങ്ങൾ എന്ന് നാം വിളിക്കുന്നത്. തൂയോബോ എന്ന വാക്കിൻ്റെ അർത്ഥം രഹസ്യമെന്നാണെന്ന് നാം മുമ്പ് പഠിച്ചിരുന്നതാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിനു വേണ്ടി സ്വർഗത്തിൽ നടന്ന രഹസ്യസമ്പൂർണമായ തയ്യാറെടുപ്പ് മനുഷ്യൻ്റെ ദൃഷ്ടിക്ക് അഗോചരമായിരുന്നതിനാൽ അതിനെ പ്രതിനിധാനം ചെയ്യുന്നതിനാണ് തിരശ്ശീലയ്ക്കുള്ളിൽ തന്നെ ഈ ഭാഗം, അതായത് തൂയോബോ ശുശ്രൂഷ പട്ടക്കാരനാൽ നിർവഹിക്കപ്പെടുന്നത്. പഴയ നിയമകാലത്ത് നടന്നിരുന്ന ആരാധനകളും ശുശ്രൂഷകളും ജനത്തിൽ നിന്നും പുരോഹിതന്മാർ മറച്ചുവെച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഈ കാരണങ്ങളാലാണ് തൂയോബോയുടെ ശുശ്രൂഷകൾ മറയ്ക്കുള്ളിൽ വെച്ച് തന്നെ നടത്തി വന്നിരുന്നതെന്ന് നാം മനസ്സിലാക്കണം. ആദിപിതാവായ ആദാമിൻ്റെ കാലം മുതൽ കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന ജനം പ്രവാചകന്മാരിൽ നിന്നും അവർക്ക് ലഭിച്ച പ്രബോധനങ്ങളിൽ ആശ്രയിച്ച് മശിഹായുടെ വരവ് നോക്കി പാർത്തിരുന്നതുപോലെ നാമും ധ്യാനം, പ്രാർത്ഥന എന്നിവയാൽ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുവാൻ നോക്കിപ്പാർത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. തൂയോബോ ശുശ്രൂഷകൾ എന്തുകൊണ്ടാണ് തിരശ്ശീലയ്ക്കുള്ളിൽ വെച്ച് പുരോഹിതൻ നടത്തുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും.
വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം ഓരോ വിശ്വാസിയും ഏറെ നിറവോടുകൂടെ ശുദ്ധിയോടുകൂടെ ആയിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം നാം പങ്കെടുക്കുന്ന ആരാധനയിലെ ഓരോ ഭാഗങ്ങളും ഏറെ ആത്മനിറവും കൃപകളും നമുക്ക് പ്രദാനം ചെയ്യുന്നവയാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. സർവശക്തനായ ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. നീയൊരു നാളും പതറും